നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഇപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ചിറ്റ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വ്ളോഗ് എടുക്കാമെന്നാണ് ആദ്യം വിചാരിച്ചത്. പിന്നെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അപ്പം ഇങ്ങനത്തെ വീഡിയോ ആയിരിക്കും നല്ലത് തോന്നി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വ്ളോഗായിട്ടിടാം. അപ്പോൾ കഴിഞ്ഞ ഒരാഴ്ച വെച്ചാൽ ഞാൻ എൻ്റെ ശരീരം മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ, മനസ്സ് വേറെ എവിടെയോ ആയിരുന്നു എന്ന് പറഞ്ഞ പോലെ ആയിരുന്നു കേട്ടോ. നമ്മുടെ വീട്ടിലെ നല്ല വിഷമമുള്ളൊരു സംഭവം ഉണ്ടായി. നമ്മുടെ പൂച്ചക്കുട്ടികളില്ലേ, അതിൽ വാവക്കുട്ടൻ്റെ പോലെ ഉണ്ടായിരുന്ന പാലുണ്ണി പോയി. അത് പറയാൻ തന്നെ പറ്റില്ല കേട്ടോ. പണ്ട് വാവക്കുട്ടൻ പോയ സമയത്ത് ഇതുപോലെ പോയപ്പോൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ. എനിക്ക് ഭയങ്കര ഇമോഷണലായിട്ട്. അപ്പം അങ്ങനത്തെ വീഡിയോ ഒന്നും ഇടണ്ട, ഒന്ന് മൈൻഡൊന്ന് ഓക്കെ ആയിട്ട് ഇടാമെന്ന് വെച്ചിട്ടാണ് ഇപ്പോൾ ഇത്രയും ദിവസം നിന്ന് കേട്ടോ വീഡിയോ ഇടാണ്ട്. അപ്പോൾ തിങ്കളാഴ്ചയാണ് അവൻ പോയത് കേട്ടോ. അപ്പോൾ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ അച്ചുവിന് പനിയായിട്ട് ഒരു 2-3 ദിവസം വെള്ളി ശനി നല്ല പനിയായിരുന്നു അച്ചുവിന് കേട്ടോ. ഇപ്പോൾ സ്കൂളൊന്നും പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നില്ല. എക്സാം തിങ്കളാഴ്ച മുതൽ എക്സാമാണ്. അപ്പോൾ 2 ദിവസം ഞാൻ അവനെ പറഞ്ഞയച്ചില്ല, ഈ പനി അങ്ങനെ ഉള്ള കാരണം കൊണ്ട്. അപ്പം സാധാരണ ഈ ജലദോഷവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ടല്ലേ പനി വരിക. അപ്പം അച്ചുവിന് അങ്ങനെ ജലദോഷമൊന്നും ഉണ്ടായിരുന്നില്ല, വെറുതെ പനി മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയാട്ടോ. പനി വരാമെന്ന് പറയുമ്പോൾ ഇവിടുത്തെ സാഹചര്യം വെച്ച് പെട്ടെന്ന് വണ്ടിയില്ല, അതാണ് മെയിനായിട്ടുള്ള കാര്യം. എനിക്ക് കാർ ഓടിക്കാൻ അറിയില്ല. പിന്നെ എൻ്റെ അടുത്ത് പണ്ട് സ്കൂട്ടി ഉണ്ടായിരുന്നു, അത് ഞാൻ വിറ്റിട്ടാണ് കാറ് വാങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ അടുത്ത് 2 വീലറും ഇല്ല. അപ്പോൾ ഹോസ്പിറ്റലിലേക്കൊക്കെ പോകേണ്ടി വന്നാൽ ഞാൻ എന്തായാലും ഓട്ടോ വിളിക്കേണ്ടി വരും. അപ്പം 2-3 ഓട്ടോക്കാരുടെ നമ്പർ നമ്മളിവിടെയും പിന്നെ കല്ലൂർമുള്ളവരുടെയൊക്കെ നമ്പർ നമ്മുടെ കയ്യിലുണ്ട്. അങ്ങനെ ആരെങ്കിലൊക്കെയാണ് വിളിക്കുക പതിവ്. അപ്പോൾ വൈകുന്നേരം ഒരു നേരം കഴിഞ്ഞാൽ വിളിക്കൽ ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ അച്ചുവിന് വന്ന് വൈകുന്നേരം നല്ല പനിയുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വൈകുന്നേരം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അത് കഴിഞ്ഞ് തിരിച്ചു വന്നു. അങ്ങനെ വെള്ളി ശനി അവൻ്റെ പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പം ശനിയാഴ്ച വൈകുന്നേരം പൂച്ചകൾക്ക് ഫുഡ് കൊടുക്കാൻ പോയപ്പം ഇവൻ പാലുണ്ണി നന്നായി കരയും കേട്ടോ. എപ്പോഴും ഭയങ്കര കരച്ചിലാണ്. മറ്റുള്ളവരൊക്കെ സൈലൻ്റായിട്ടിരിക്കും. സാധാരണ ഈ പേഷ്യൻ ക്യാറ്റ് എൻ്റെ വളർത്തിയ അനുഭവം വെച്ചിട്ട് നമ്മുടെ നാടൻ പൂച്ചകളെ പോലെ കിടന്നിട്ട് ഒച്ചയിടില്ല കേട്ടോ. ഭയങ്കര സൈലൻ്റായിട്ടുള്ള പൂച്ചകളാണ്. വാവക്കുട്ടി അങ്ങനെയായിരുന്നു, തീരെ കരയില്ല, കേൾക്കില്ല ശബ്ദം, കുഞ്ഞി ശബ്ദമാണ് വരിക. ഇത്രയും വലിയ ശരീരമാണല്ലോ, എന്നാലും കുഞ്ഞി ശബ്ദമാണ് വരിക കേട്ടോ. പക്ഷേ ഇവൻ അങ്ങനെ വെച്ചാൽ നേരെ മറിച്ചാൽ ഇവ അത്യാവശ്യം നല്ല ഒച്ചത്തിൽ കരയും, എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. അപ്പം ശനിയാഴ്ച ഞാൻ ഇങ്ങനെ ഫുഡ് കൊടുക്കാൻ വിളിക്കുമ്പോൾ കൂട്ടി വരും കരഞ്ഞിട്ട്. കരയച്ച ഒച്ച ഉണ്ടാക്കിയിട്ട് വരും. അപ്പോൾ അന്ന് ശനിയാഴ്ച ഞാൻ ഫുഡ് കൊടുക്കാൻ വിളിച്ചപ്പോൾ അവൻ സാധാരണ പോലെ വന്നു, കഴിച്ചു, പോയി. അവനങ്ങനെ നമ്മളെ എന്താ പറയുക, അങ്ങനെ കരയെ അങ്ങനത്തെ ഭക്ഷണത്തിനോടൊരു മറ്റേത് ഇവരെ എല്ലാ പൂച്ചക്കുട്ടികളിലും ഏറ്റവും കൂടുതൽ ഭക്ഷണം കഴിക്കാൻ അവനാണ് കുറച്ച് കൂടുതൽ ഇഷ്ടം. മറ്റുള്ളവരൊക്കെ ഒന്ന് വേണോ വേണ്ടിച്ചിട്ടാണ് അവർ ഭക്ഷണത്തിന് വിളിച്ചു കഴിഞ്ഞാൽ വരിക. അപ്പോൾ ഇവൻ ഓടി വന്നിട്ട് ആദ്യം തന്നെ അവൻ കഴിക്കും കേട്ടോ. അപ്പം അന്ന് അവനങ്ങനെ കഴിച്ചു, പക്ഷെ ഒരു ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. പക്ഷെ അത് അച്ചുവിൻ്റെ പനിയും കാര്യങ്ങളൊക്കെ കാരണം ഞാൻ അതത്ര സീരിയസ് ആക്കിയില്ല കേട്ടോ. ഇവർക്ക് ഇങ്ങനെ അസുഖങ്ങളൊന്നും വരാറില്ല. വാവക്കുട്ടനെ ആകെ വന്നിട്ടുള്ളത് ഈ നമ്മൾ യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നല്ലോ വേനൽക്കാലത്ത്, ആ ഒരു സമയമാകുമ്പോൾ മാത്രമാണ് ആ ഒരു പ്രശ്നം വരിക. ഫുഡ് കഴിക്കാണ്ടിരിക്കുക അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ അസുഖങ്ങളൊന്നും ഞാൻ ഇതുവരെ ഞാൻ പൂച്ച വളർത്താൻ തുടങ്ങിയിട്ട് ഇപ്പം 2022 മുതലേ ഞാൻ പൂച്ച വളർത്തുന്നതാണ്. അപ്പം ഇതുവരെ ഞാൻ അങ്ങനത്തെ ഒന്നും കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ ശനിയാഴ്ച ഫുഡൊക്കെ കഴിച്ചു, കുഴപ്പമില്ല. ഞായറാഴ്ച രാവിലെ ഫുഡ് കഴിക്കാൻ വേണ്ടി വിളിക്കുമ്പം അവൻ വരും, എണിച്ചു വന്നു. പക്ഷെ അവൻ ഫുഡ് കഴിക്കുന്നില്ല. സ്മെല്ല് നോക്കിയിട്ട് അവൻ മാറി വന്ന് കിടന്നു കേട്ടോ. കിടക്കുക വെച്ചാൽ ഒരു ഇങ്ങനെ പനി പിടിച്ചിരിക്കില്ലേ, അതേപോലെ കേട്ടോ. അപ്പം എന്താ സംഭവം എന്ന് അറിയില്ല. അപ്പം ഞാൻ ആദ്യം തന്നെ നമ്മൾ യൂട്യൂബിൽ ഇങ്ങനെ പൂച്ച ഫുഡ് കഴിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് കുറേ വീഡിയോസ് ഉണ്ടല്ലോ. അപ്പം എന്താ അസുഖം എന്ന് നമുക്ക് മനസ്സിലാവണില്ല. അപ്പം ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഒന്നും പനിയായിരിക്കും. പനിയുള്ളപ്പോഴാണ് അങ്ങനെ. അപ്പം ഞാൻ നോസ് തൊട്ട് നോക്കിയപ്പോൾ ഇങ്ങനെ ഡ്രൈ ആയിട്ട് ഇരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ചെവിയിൽ കുറച്ച് ചൂടും ഉണ്ട് കേട്ടോ. നമുക്ക് വരെ പനിയുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അങ്ങനെ എടുക്കുമ്പോഴും അവരെപ്പോഴും ഒരു കുറുങ്ങിക്കിടക്കണ ഒരു ഇതല്ലേ, ശരീരമല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റില്ല അവർക്ക് പനിയുണ്ടോ. പക്ഷെ ചെവിയുടെ ഭാഗത്ത് ചൂടുണ്ടായിരുന്നു, മൂക്കും ഭയങ്കര ഡ്രൈ ആയിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചത് പനി തന്നെയാണ്. എന്നിട്ട് ഞായറാഴ്ച ആയതുകൊണ്ടൊന്നും ഹോസ്പിറ്റലൊന്നും ഇല്ല. എൻ്റെ അടുത്താണെങ്കിൽ മരുന്നും ഇല്ല. അപ്പം ഞാൻ സാധാരണ വാവക്കുട്ടനെ മുന്നേ കണ്ടിരുന്ന സമയത്ത് നമ്മളൊരു ഡോക്ടറുടെ നമ്പർ കയ്യിലുണ്ട് കേട്ടോ. കുന്നംകുളത്തുള്ള ഡോക്ടറുടെ നമ്പർ ഉണ്ട് കയ്യിൽ. അപ്പോൾ ആൾക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചു, അങ്ങനെ സംഭവമുണ്ട്, അവനെ പൂച്ചക്കുട്ടിക്ക് വയ്യ, ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നില്ല, പക്ഷെ കാണുമ്പോൾ വലിയ കുഴപ്പമില്ല. അതായത് ഇങ്ങനെ ഒരുപാട് തളർന്നിട്ടല്ല ഇരിക്കണേ,
എന്നാൽ അവൻ ഫുഡ് കഴിക്കണില്ല, മാറിയിരിക്കണുള്ളൂ. ഇവരെല്ലാവരും മറ്റുള്ളവരൊക്കെ കളിക്കുമ്പോൾ അവൻ കളിക്കുകയൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഉണ്ണി വന്നിട്ട് ഇങ്ങനെ തോണ്ടൊക്കെ ചെയ്യുമ്പോൾ ഇവനല്ല കേട്ടോ, മറ്റുള്ളവരെ വന്നിട്ട് ഉണ്ണി തോണ്ടൊക്കെ ചെയ്യുമ്പോൾ അതൊക്കെ അങ്ങ് നോക്കിയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പം പനിയാണെന്ന് തന്നെ ഞാനും വിചാരിച്ചു. ഞാൻ ഡോക്ടറോടും അതന്നെ പറഞ്ഞോട്ടെ, പനി ഉണ്ടെന്ന് തോന്നുന്നു, ഇങ്ങനെ മൂക്കൊക്കെ ഡ്രൈ ആയിട്ട് ഇരിക്കുന്നുണ്ട് പറഞ്ഞപ്പോൾ ഡോക്ടർ ഇങ്ങനെ ചോദിച്ചു കേട്ടോ, വല്ല പല്ലീനെയോ കൂറേനൊക്കെ തിന്നിട്ടുണ്ടോ ഒക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ ഇല്ല, അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അതിൻ്റെ അവശിഷ്ടം അവർ എവിടെയെങ്കിലുമൊക്കെ നമ്മുടെ വീട്ടിനകത്ത്, ഇവിടെ കൂറകൾ ഭയങ്കരമായിട്ടുണ്ട്, കൂറേനെ ഇവർ പിടിക്കണേ ഞാൻ കണ്ടിട്ടുമുണ്ട്. പക്ഷെ തിന്നിട്ട് വയറ്റിനുള്ളിലേക്ക് അങ്ങനെ തിന്നണ പരിപാടി ഇല്ല കേട്ടോ അവർ. അപ്പോൾ ഇല്ല പറഞ്ഞു. പിന്നെ എന്തെങ്കിലും അവനെ പേടിപ്പിക്കാനായിട്ടുള്ള എന്തെങ്കിലും, അതായത് ഇപ്പം ഒന്നാമത് അവന് ഭയങ്കര പേടിയാണ്, നായ്ക്കളെയൊക്കെ കുറേ ഇട്ട് അവന് ഭയങ്കര പേടിയാണ്. പക്ഷെ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പേടിപ്പിക്കാതെ. നമ്മുടെ ഈ ഒരു പരിചയമില്ലാത്തവർ വരിക, അല്ലെങ്കിൽ പേടിപ്പിക്കുക, അവർക്ക് പേടിയാവുക. വാക്കുട്ടനൊക്കെ വണ്ടിയുടെ സൗണ്ട് കേട്ടാൽ ഭയങ്കര പേടിയായിരുന്നു. അപ്പോൾ ഇതൊന്നും അവർക്കില്ല, ഇവിടെ അങ്ങനത്തെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഡോക്ടർ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടോ ചോദിച്ചപ്പോൾ ഇല്ല പറഞ്ഞു കേട്ടോ. അപ്പം ഡോക്ടർ മരുന്ന് എനിക്ക് വാട്സപ്പിൽ അയച്ചു തന്നു. തൽക്കാലം ഇത് കൊടുത്തു നോക്കൂ, ഇന്ന് കൊടുത്തു നോക്കിയിട്ട് നാളെ രാവിലെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നാൽ മതി എന്ന് തോന്നുന്നു. അപ്പം ഞാൻ മെഡിക്കൽ ഷോപ്പും ഈ ഞായറാഴ്ച ആയതുകൊണ്ട് നമുക്ക് കിട്ടില്ല, കുന്നംകുളത്താണ് മെഡിക്കൽ ഷോപ്പ് നമ്മൾ എപ്പോഴും കൂടുതൽ മേടിക്കാറില്ല. അപ്പോൾ അവിടെ പോയി അവിടെ നോക്കിയപ്പം ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പം അതൊന്നും തുറക്കില്ല. പിന്നെ നമ്മുടെ ചങ്ങലംകുളത്തുണ്ട്, അതും എനിക്കറിയില്ല തുറക്കില്ലെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും രണ്ടും കൽപ്പിച്ച് ഞാൻ ചങ്ങലംകുളത്ത് ആദ്യം പോയോക്കാം, എന്നിട്ട് പിന്നെ വേറെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോകാമെന്നുള്ള രീതിയിൽ ചങ്ങലംകുളത്ത് പോയി മരുന്ന് വാങ്ങി. അവിടെ കിട്ടിയിട്ടോ, തുറന്നുണ്ടായിരുന്നു. മരുന്ന് വാങ്ങി വീട്ടിൽ വന്നിട്ട് അവന് കഞ്ഞിവെള്ളം കൊടുക്കാൻ വേണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് എടുത്ത് കൊടുക്കുമ്പോൾ തീരെ കഴിക്കാനേ കൂട്ടാക്കണില്ല കേട്ടോ, ഒന്ന് തുപ്പായിരുന്നു. അതേപോലെ മരുന്ന് വെള്ളം കലക്കിയിട്ട് മരുന്ന് കൊടുത്തു, ആ ഡോക്ടർ പറഞ്ഞ പോലെ അളവിൽ തന്നെ മരുന്നും കൊടുത്തു അന്ന് രാത്രി. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പം കുറച്ച് നേരം മരുന്ന് കൊടുത്തപ്പം സാധാരണ ഇവർ മരുന്ന് കഴിക്കുമ്പോൾ നോരയൊക്കെ ആയിട്ട് ഇങ്ങനെ തുപ്പും, അത് കണ്ടിട്ടുണ്ട്, എല്ലാ ഇവരൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായില്ല കേട്ടോ, മരുന്ന് ശരിക്കും എൻ്റെ വയറ്റിൽ പോയ പോലെ തന്നെയാണ് ഇരുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പം അവനവിടെ ഇരുന്നിരുന്നത് എണീച്ച് നടന്ന്, ഞങ്ങൾ വർക്ക് ഏരിയയിലാണ് അവർ രാത്രി ഇടുക. അപ്പോൾ അവ അവിടെ തന്നെ പോയി കിടന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇവരിങ്ങനെ കുട്ടികളെ ഒച്ചയിടുന്നതും ഒക്കെ ഡിസ്റ്റർബൻസ് ഉണ്ടാവും, വയ്യാണ്ടിരിക്കുകയല്ലേ, അപ്പോൾ അതാവും അവിടെ പോയി കിടന്നതെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ രാവിലെ നോക്കിയപ്പം അവിടെ കിടക്കുന്നുണ്ട്, ആൾ രാത്രി പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇത്ര സീരിയസ് ആയിരിക്കും ഇങ്ങനെ മരുന്ന്, പ്രത്യേകിച്ച് മരുന്നൊക്കെ കൊടുത്ത് അതൊക്കെ കഴിച്ച് ഇങ്ങനെ ആവും എന്ന് ഞാൻ വിചാരിച്ചില്ല. മരുന്നുകൊണ്ട് പോയതാണോ അതോ ഇനി അത്രയും വലിയ അസുഖം ഉള്ളിലുണ്ടായിരുന്നോ ഒന്നും അറിയില്ല. പക്ഷേ എൻ്റെ ഒരു അനുഭവത്തിൽ പറയുകയാണെങ്കിൽ അതിങ്ങനെ പെട്ടെന്ന് പോകാൻ മാത്രമല്ല, അതിനൊരു അസുഖം ഉണ്ടായിരുന്നില്ല. എന്താ പറ്റിയെന്ന് എനിക്ക് ഒരു പിടുത്തമില്ല കേട്ടോ. അത് ഭയങ്കര ഷോക്കായി എനിക്ക്. വാവുക്കുട്ടൻ്റെ സംഭവം തന്നെ എനിക്കിപ്പോഴും എൻ്റെ മനസ്സിൽ നിന്ന് അത് പോയിട്ടില്ല. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് അതിങ്ങനെ എപ്പോഴും ഓർമ്മ വരും. ഞാൻ കരയിരുന്നിട്ട് ആലോചിക്കുമ്പോൾ. കാരണം നമ്മളങ്ങനെ നമ്മളെ വീട്ടിൽ വളർത്തി, നമ്മൾ ഭക്ഷണം കൊടുത്ത്, നമ്മളവരെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ്, സംഭവം അവർ മിണ്ടാപ്രാണികളാണെങ്കിലും അവർക്കും ഉണ്ട് അവരുടെ ഫീലിങ്സൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം, വളർത്തുന്നവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവുക എന്ന് പറയുമ്പോൾ ഇത് ഭയങ്കര വിഷമമുള്ള സംഭവമാണ്. കുട്ടികൾക്കും അതേ ഭയങ്കര ഷോക്കായി പോയി കേട്ടോ. കാരണം തലേ ദിവസം അവൻ നടന്നിട്ട് അവിടെ പോയി കിടന്നവൻ. അപ്പോൾ ഞാൻ അത്രയും വയ്യാണ്ടുള്ള ഒന്നാണ്. ഇപ്പോൾ വാവക്കുട്ടനൊക്കെ പോണേൻ്റെ 2 ദിവസം മുന്നേ വരെ നടക്കാനൊന്നും അത്ര വയ്യായിരുന്നു, നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നമ്മൾ പരമാവധി നോക്കിയിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ കൊണ്ടിട്ട്. ഇത് 2 ദിവസം കൊണ്ട് ഇങ്ങനെ വരലും ആൾ പോലും കഴിഞ്ഞു. അപ്പോൾ എനിക്കെന്താ പറയുക, ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി. ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനൊരു സംഭവം. അറിയാം മിണ്ടാപ്രാണികളാണ്, നമ്മൾ മനുഷ്യന്മാരെ പോലെ ഇവർക്കൊന്നും വയസ്സുണ്ടാവില്ല, എപ്പോഴെങ്കിലും അവരൊക്കെ പോവും. ചിലപ്പോൾ അവർ കുറച്ച് കാലം കൂടുതൽ നിൽക്കും, ചിലപ്പം പറഞ്ഞ പോലെ നമ്മൾ എന്ത് നോക്കിയിട്ടും കാര്യമില്ല. ഒരു പൂതൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് ഇവരെ വളർത്തണം. എന്നാലും ഇത് വല്ലാത്തൊരവസ്ഥയാണ്. നമ്മളെ വീട്ടിലെ അംഗം എന്ന് പറഞ്ഞ പോലെ തന്നെയാണല്ലോ നമ്മൾ കൊണ്ടു നടക്കുന്നത്. പുറത്തേക്കൊന്നും എനിക്ക് ഇവിടെയാണെന്ന് വെച്ചാൽ ഭയങ്കര നായ്ക്കളാണ്, പുറത്തേക്ക് വിടില്ല. അച്ഛൻ്റെ അടുത്ത് ഇടയ്ക്ക് പറയാം, ഞാൻ താഴെ കൊണ്ടുപോട്ടെ, കുറച്ച് നേരം കൊണ്ടുപോട്ടെ, കളിക്കാൻ വേണ്ടി കൊണ്ടുപോട്ടെ ഒക്കെ. ഞാൻ അച്ഛനും ചീത്തരും മുന്നേ പോരുത് പറയും. അത്രയും ഞാനിങ്ങനെ കൊണ്ട് നടന്നിട്ട് ഇങ്ങനത്തെ അവസ്ഥ വന്നു പറയുമ്പോൾ ഭയങ്കര സങ്കടമാണ്. കഴിഞ്ഞ ഒരാഴ്ച ഫുള്ള് എനിക്ക് എന്തെങ്കിലും ഒരു മനസ്സിൽ എന്തെങ്കിലും ഇങ്ങനെ കിടക്കുന്നുണ്ടെന്ന് വെച്ചാൽ എനിക്ക് ആൾക്കാരോട് സംസാരിക്കാൻ ഇഷ്ടമല്ല.
എനിക്കറിയില്ല കേട്ടോ, എനിക്ക് ആൾക്കാരോട് സംസാരിക്കാൻ ഇഷ്ടമല്ല. അപ്പോൾ ഫോൺ വരിക, മെസ്സേജുകൾ വരിക, അതിന് റിപ്ലൈ കൊടുക്കുക, ഫോണിൽ സംസാരിക്കുക, ഇതൊക്കെ എനിക്ക് എന്നെ കൊല്ലണതിന് സമാണ് എൻ്റെ മനസ്സിൽ എന്തെങ്കിലും കട്ടിക്ക് കിടക്കുന്നുണ്ടെങ്കിൽ. പിന്നെ ആർക്കും പറഞ്ഞാൽ അത് മനസ്സിലാവില്ല കേട്ടോ. നമ്മളിങ്ങനെ ഒരു പ്രശ്നത്തിൽ നമുക്കിങ്ങനെ മനസ്സിൽ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിട്ടിരിക്കുകയാണ് കേട്ട് കഴിഞ്ഞാൽ അപ്പം എല്ലാവരും കുറച്ച് ആശ്വസിപ്പിക്കാനും കൂടുകയാണ് ചെയ്യുക. അപ്പോൾ അതുവരെ ഉള്ള അപ്പം നമ്മുടെ ഫ്രണ്ട്സ് ആയാൽ തന്നെ കുറച്ച് കൂടുതൽ നേരം നമ്മളോട് സംസാരിക്കും, കുറേ മെസ്സേജ് അയക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കാണെങ്കിൽ ആരും എന്നോട് സംസാരിക്കാതിരിക്കുകയാണ് എനിക്ക് എൻ്റെ മെൻ്റൽ പീസിന് ഏറ്റവും നല്ലത്. ഞാൻ ഈ സംസാരം കഴിഞ്ഞാൽ പിന്നെ ഞാൻ വിചാരിക്കും, അയ്യോ എൻ്റെ ഇത്രയും സമയം പോയില്ല, എനിക്ക് സമാധാനമായിട്ട് മുടി പൊതിച്ചിട്ട് കിടന്ന് എനിക്കിങ്ങനെ വിഷമം മാറ്റാനുള്ള ഒരു സമയം വേണം. അങ്ങനത്തെ ഒരു ഇതാട്ടോ എനിക്ക്. എൻ്റെ അമ്മയൊക്കെ എപ്പോഴും പറയും, ആരുടെയും ഒന്ന് സംസാരിക്കാൻ ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് ആരുടെയും ഒന്ന് പറഞ്ഞാൽ കുറച്ച് സമാധാനം കിട്ടുമല്ലോ ഒന്ന്. ഞാൻ നേരെ വ്യത്യാസമായിട്ടുള്ള ആളാണ്. എനിക്ക് എന്ത് വിഷമം ഉണ്ടെങ്കിലും എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കണം, ഒരു മുറിനകത്ത് ഒറ്റയ്ക്ക് ഇരുന്ന് ഏറ്റവും കൂടുതൽ പുതച്ച് കിടക്കണം. എനിക്ക് നമ്മൾ തന്നെ അത് മാറ്റിയെടുക്കും എന്നുള്ളൊരു വിശ്വാസമാണ് കേട്ടോ. കാരണം നമുക്ക് നമ്മുടെ മനസ്സിൽ തന്നെ നമ്മുടെ ഈ ഒരു അവസ്ഥ മാറ്റാനുള്ള ഒരു എന്താ പറയുക, ധൈര്യം, മരുന്ന് എന്നൊക്കെ പറയില്ല, നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. അപ്പം ഇപ്പം ഓക്കെ ആയിട്ട് വരണേ ഉള്ളൂ കേട്ടോ. മെൻ്റലി ഞാൻ ഭയങ്കരമായിട്ട് തകർന്നിരിക്കുകയാണ്. അപ്പം എന്തെങ്കിലും പെട്ടെന്ന് കാണുമ്പോൾ ആൾക്കാരോട് സംസാരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വരും. ഈ ഒരു സംഭവം എനിക്ക് അത്രയും, അത് ഞാൻ പറയുമ്പോൾ കുറേ പേര് എന്താ ഈ പെണ്ണ് കിടന്ന് പറയണേന്ന് വിചാരിക്കും. പക്ഷേ നിങ്ങൾ വീട്ടിൽ പെറ്റ്സിനെ വളർത്തുന്നവരാണെങ്കിൽ അവരുടെ വേർപാട് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും ഈ പറയുന്ന ഒരു കാര്യം. അങ്ങനെ ഒരു മാനസികാവസ്ഥയിൽ കൂടെയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ കുറച്ച് ദിവസം ഞാൻ വീഡിയോ കമൻസ് ഒന്നും നോക്കിയിട്ടില്ല, മെയിലൊന്നും നോക്കിയിട്ടില്ല. പറഞ്ഞ പോലെ ഞാനിങ്ങനെ സ്റ്റക്കായി ഇരിക്കുകയാണെങ്കിൽ എനിക്ക് ആ മെസ്സേജ് നോട്ടിഫിക്കേഷൻ സൗണ്ടാണ് എനിക്ക് ഏറ്റവും ഇറിറ്റേഷൻ ഉള്ളൊരു കാര്യം. ഫോൺ സൈലൻറ്റിലേക്ക് എന്താ അറിയില്ല, ഞാൻ അങ്ങനെ ഒരു വൃത്തികെട്ട സ്വഭാവത്തിന് ഉടമയായിപ്പോയി. എൻ്റെ കുട്ടികൾക്കറിയാം കേട്ടോ, ഉണ്ണിക്കും അച്ഛനും. ഇപ്പോൾ ഞാൻ അവരുടെ മുമ്പിലൊക്കെ ഇരുന്ന് നമ്മൾ കരയണൊക്കെ അപ്പോൾ അവർ കാണുന്ന സന്ദർഭമൊക്കെ വരില്ലേ. അപ്പോൾ ഞാൻ കരയുമ്പം ഉണ്ണി വന്നിട്ട് എൻ്റെ അമ്മേ ഇതിൽ കുഴപ്പമുണ്ടോ, കുഴപ്പമൊന്നുമില്ല പൊക്ക പോലും. അപ്പോൾ അമ്മയെ പോവും. പിന്നെ അവ ഇരുന്ന് ചൊറിയാൻ നിൽക്കില്ല, എന്തിനാ കരയണേ, എന്തിനാ അങ്ങനെ ഇങ്ങനെ. അത് കുറച്ച് കഴിഞ്ഞാൽ ഞാൻ തന്നെ ചിരിച്ച് പാട്ടൊക്കെ പാടിയിട്ട് അവരുടെ അടുത്ത് പോവുകയും ചെയ്യും. അപ്പം ഒരാഴ്ച എല്ലാത്തിൽ നിന്നും എന്താ പറയുക, കുറച്ച് മാറിക്കാൻ ശ്രമിച്ചു. പൂർണ്ണമായിട്ട് എനിക്ക് പറ്റിയില്ല. പറഞ്ഞ പോലെ നമ്മുടെ ഒത്തിരി ഫ്രണ്ട്സ്, ഫാമിലി, ഇവർ എല്ലാവരും എന്താ പറയുക, നമ്മൾക്ക് എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എല്ലാവരും കൂടി ഓവർ കെയർ വന്നിട്ട് എപ്പോഴും നമ്മളെ കൂടെ ഉണ്ടാവും, നമ്മൾ ഒറ്റയ്ക്കല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട്. അപ്പം അതുകൊണ്ട് എന്നാലും എന്താ പറയുക, ശരിയായിട്ട് വരുന്നു. പിന്നെ ഉണ്ണിയുടെ കാര്യം കുറേ പേര് ഇങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട്, ഉണ്ണി എന്ത് കോഴ്സ് എടുത്തിരിക്കണേ, ഉണ്ണിയുടെ കാര്യം എന്താ പറയാത്തത്. ഉണ്ണി ഞാനും തമ്മിൽ ഈ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം അവൻ്റെ ഭാവി തീരുമാനിക്കുന്നതിനെ പറ്റി ഞാൻ ഉണ്ണി തമ്മിൽ വലിയ വഴക്കുണ്ടായി. ഞാൻ വിചാരിച്ചിട്ട് ഇതിപ്പോൾ ഞാൻ പറയാൻ പാടുമോ എന്നറിയില്ല കേട്ടോ. കാരണം നമുക്ക് എൻ്റെ നിങ്ങൾ പറയാം, നിങ്ങളുടെ അമ്മയ്ക്കും ഉണ്ടായിരുന്നില്ല, അച്ഛനമ്മയ്ക്കും ഉണ്ടായിരുന്നില്ല ഇതുപോലത്തെ ആഗ്രഹങ്ങൾ എന്നൊക്കെ പറയും. അപ്പം അതേപോലെ എനിക്കുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇങ്ങനെ ഇത് പഠിക്കണം, അല്ലെങ്കിൽ ഈ ജോലി അവൻ ചെയ്യണം, ഇതൊക്കെയാണ് എൻ്റെ മനസ്സിൽ ഇഷ്ടങ്ങൾ ഉണ്ടായിരുന്നു. അത് ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ചതിനേക്കാളും നേരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു തീരുമാനമാണ് അവനെടുത്തത്. അപ്പോൾ ഞാൻ അവനോട് അത് പറഞ്ഞിട്ട് ഭയങ്കര വഴക്കൊക്കെ ഉണ്ടായി. അപ്പോൾ അവൻ പറഞ്ഞു, അമ്മ ഞാൻ ആദ്യം ഇതൊന്ന് കുറച്ച് കാലം ഞാനിതൊന്ന് നോക്കട്ടെ, അത് കഴിഞ്ഞിട്ട് അമ്മ പറയുന്നത് പോലെ ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അവസാനം എനിക്കത് സമ്മതിക്കേണ്ടി വന്നു. അപ്പോൾ ഞാനിനി അത് പറഞ്ഞ് നിങ്ങളത് എന്താണെന്ന് വർത്താനം നിങ്ങളത് കമൻസിലിടും, ആ കമൻറ്റ് ഉണ്ണി കാണും. അപ്പം അവിടെ എനിക്കെൻ്റെ മക്കളായിട്ട് ശത്രുക്കളാവും വയ്യ. അപ്പോൾ അതുകൊണ്ടാണ് ഉണ്ണി എന്താ ചെയ്യണേ, ഉണ്ണി എന്താ ചെയ്തേ, അങ്ങനെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി തരാത്തെ. അപ്പോൾ അവർക്ക് അവരുടെ കാര്യങ്ങൾ പറയുന്നത് ഇഷ്ടമില്ല വെച്ചാൽ ഞാൻ അവരുടെ പ്രൈവസീനെ മാനിക്കണം. മെയിനായിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞ പോലെ എനിക്ക് എൻ്റെ മക്കളെ ശത്രുക്കളാക്കാൻ പറ്റില്ല. അവർക്ക് ഇഷ്ടമില്ല പറയണ വെച്ചാൽ അപ്പം എന്തെങ്കിലും ആയിക്കോട്ടെ, അപ്പം ഇനി പറയാൻ ഇഷ്ടമല്ലെങ്കിൽ പറയണ്ട. അപ്പം അതുകൊണ്ടാണ് കേട്ടോ നിങ്ങൾ ചോദിക്കും, കുറേ പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്നു ഉണ്ണിയുടെ കാര്യം. ഇതിപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് ഒരു വ്യൂവർ ഇങ്ങനെ ഉണ്ണിനെ പറ്റി ചോദിച്ചപ്പോൾ ഞാൻ പറയാൻ ഇപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞപ്പം ആള് പറഞ്ഞു, ഇതെന്തോ രാഷ്ട്രീയ രഹസ്യമാണോ, മറ്റേ സംസ്ഥാന രഹസ്യം എന്നല്ലല്ലോ, ഭയങ്കര രഹസ്യമാക്കി കൊണ്ടു നടക്കേണ്ട കാര്യം എന്നല്ലല്ലോ എന്ന്. അല്ല, പക്ഷെ എന്താ ചെയ്യുക, അവനത് പറയാൻ ഞാൻ പറയണത് ഇഷ്ടമല്ല എന്ന് അവൻ
പറഞ്ഞാൽ പിന്നെ ഞാൻ എനിക്ക് ആകെ എൻ്റെ മക്കളേ ഉള്ളൂ. അപ്പോൾ എനിക്ക് അവരായിട്ട് വഴക്കൂടാൻ പറ്റില്ല, പേടിയാണ് എനിക്ക്, അവരെനിക്ക് നഷ്ടപ്പെടാൻ പാടില്ല. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് ഞാൻ അവർക്ക് ഇഷ്ടമില്ലാത്തൊന്നും ചെയ്യണില്ല. അപ്പോൾ അതാട്ടോ ഉണ്ണിയുടെ കാര്യം. പിന്നെ അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഇപ്പം ഭയങ്കര ഇഷ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണല്ലേ ഈ പ്രൊമോഷൻ വീഡിയോസ്. എനിക്ക് 2-3 വീഡിയോസ് എൻ്റെ ഫ്രണ്ടൊക്കെ അയച്ചു തന്നു. അപ്പോൾ ഞാൻ കണ്ടിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും പ്രൊമോഷൻസൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാനൊരു മാസം മാക്സിമം ഒരു 3 ബ്രാൻഡിനൊക്കെ ആയിട്ട് വീഡിയോ ചെയ്യാറുള്ളൂ. ഒരു മാസം എന്ന് വെച്ചാൽ 30 ദിവസത്തിൽ നമുക്ക് ആ ഒരു 3 അത്രയ്ക്കേ ഞാൻ ചെയ്യാറുള്ളൂ. അതിൽ കൂടുതൽ ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ കർശനമായിട്ട് ഭയങ്കര സ്ക്രിപ്റ്റ് വന്നിട്ടുള്ള വീഡിയോസ് ഞാൻ വളരെ കുറച്ചേ ചെയ്തിട്ടുള്ളൂ. അതായത് 2-3 തരം ബ്രാൻഡുകളുണ്ടാവും. ചിലവർ അവരെന്നെ നമുക്ക് സ്ക്രിപ്റ്റ് വന്ന് നമ്മൾ ഇതേപോലെ പറയണം എന്ന് അവരെന്നെ പഠിപ്പിച്ചു തരും. പക്ഷേ അത് ഞാൻ അങ്ങനത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്, കുറേ മുന്നെയാണ് ചെയ്തിട്ടുള്ളത്. അത് വളരെ കുറച്ചാണ്, വിരലിൽ എണ്ണാവുന്ന 2-3 ചെയ്തിട്ടുള്ളൂ. പിന്നെ PR ആയിട്ട് വരുന്ന സംഭവങ്ങൾ ഇപ്പോൾ ഫോക്സ് ടെയിലിൻ്റെ ഞാൻ ചെയ്യുന്നുണ്ട്. അതൊന്നും പറയില്ല, അത് പറയണം ഇത് പറയണം ഒന്നും പറയില്ല. അവർ നമുക്കത് അയച്ച് എന്താ അയക്കണേന്ന് പോലും എനിക്കറിയില്ല. ഇവിടെ വന്ന് ഞാൻ ബോക്സ് തുറക്കുമ്പോഴാണ് കാണുക. ഒരു അൺബോക്സിങ് വീഡിയോ പോലെയാണ് ഞാനത് ചെയ്യാറുള്ളൂ. അല്ലാണ്ട് സെയിലുണ്ട് ഈ സമയത്ത്, ഇങ്ങനെ ഫോക്സ് ടെയിൽ സെയിൽ നടക്കുന്നുണ്ടെന്ന് ഞാൻ വീഡിയോയിൽ പറയും. നിങ്ങളിത് മസ്റ്റായിട്ട് മേടിക്കണം എന്ന് ഞാൻ പറയാറില്ല. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പ്രൊമോഷനല്ല, നമുക്ക് ഈ PR വരുന്ന സാധനങ്ങൾ ഒരുവിധമൊക്കെ ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. കാശ് കൊടുത്തിട്ട് ഞാനൊന്നും മേടിക്കാറില്ല. ഈ ഫോക്സിലൊക്കെ നല്ല ബ്രാൻഡാണ്, ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് തന്നെയാണ്. എനിക്ക് ആകെ അതിൽ പറ്റാത്തത് അവരുടെ ഒരു ടോണർ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊരു വട്ടം യൂസ് ചെയ്തപ്പോൾ എനിക്കിങ്ങനെ കുരു വന്നു. എനിക്കറിയില്ല എന്ത് വെച്ചിട്ടാണ് കുരു വന്നതെന്ന് അറിയില്ല. 2-3 വട്ടം വീണ്ടും ഉപയോഗിച്ചപ്പോൾ ഈ ഒരു സാധനം ഉപയോഗിക്കുമ്പോഴാണ് എനിക്കിങ്ങനെ കുഞ്ഞു കുരുക്കൾ വരണതെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഞാനത് നിർത്തി. ബാക്കി എനിക്ക് ഫോക്സ് ടെയിലിൻ്റെ എല്ലാം പ്രോഡക്റ്റ്സ് ഒരുവിധം ഇഷ്ടമാണ്, നല്ല പ്രോഡക്റ്റ്സ് തന്നെയാണ്. ഞാൻ ഉപയോഗിക്കാറുണ്ട് അവരുടെ സൺസ്ക്രീൻ ലോഷൻ, ഭയങ്കര ഇഷ്ടം. അപ്പോൾ പ്രമോഷൻ്റെ കാര്യം പറഞ്ഞു വരുമ്പോൾ നമ്മൾ ഈ യൂട്യൂബിൽ നിന്നല്ല, ഒരുവിധം മലയാളികളുടെ ഒരു പ്രത്യേകതയാണ്, നമ്മൾ മനുഷ്യരെ വളരെ പെട്ടെന്ന് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ പൊക്കിക്കൊണ്ടുപോകും, എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് താഴ്ത്തേക്ക് ഇടും. ആ വീഴ്ച ഭയങ്കര എന്താ പറയുക, അടിയായിരിക്കും. നമ്മളല്ല വെച്ചാൽ ഈ ആളുകൾ തന്നെ അവരെ ഇങ്ങനെ പൊക്കി കൊണ്ടുപോവുക, ഭയങ്കരമായിട്ടൊരു ഉയരത്തിൽ കൊണ്ടുപോയി നിർത്തുക, അവരെ താഴ്ത്തിക്ക് അതേപോലെ ഇടുകയും ചെയ്യും. നമ്മൾ നോക്കി കഴിഞ്ഞാൽ കാണാം ഒത്തിരി ആൾക്കാർക്ക് അതേപോലെ ഭയങ്കര ഹൈപ്പിൽ നിങ്ങൾ വെച്ചാൽ ആളുകൾ കൊണ്ടുപോയി നിർത്തിയിട്ട് അവരെ മാനസികമായിട്ട് തളർത്തുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ എപ്പോഴും അല്ലെങ്കിലും വിചാരിക്കും ഈ ഒരു കാര്യത്തിൽ ഞാൻ ഭയങ്കര ലക്കിയാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു സ്റ്റേജിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് ഇങ്ങനെ ആണ്, ഇങ്ങനെയല്ല. ഞാൻ കുറച്ചൊന്ന് പോയി പിന്നെ അത് അതേപോലെ താഴ്ത്തിക്ക് വരും, പിന്നെ അതേപോലെ, അല്ലാണ്ട് നേരെ ഇങ്ങനെ മുകളിലേക്ക് പോയിട്ടില്ല. ഞാനിപ്പോഴും സ്ട്രഗിൾ ചെയ്തിട്ട് തന്നെ നിൽക്കണേ. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം യൂട്യൂബ് എന്ന് പറയുന്നത് ജീവിതമാർഗ്ഗമാണ്. അതേപോലെ തന്നെ ഞാൻ വീഡിയോസ് എനിക്കൊരു തെറാപ്പിയാണ്. വീഡിയോ എടുക്കുക, എന്തെങ്കിലും അങ്ങനെ കാട്ടിക്കൂട്ടിയിട്ട് വീഡിയോ എടുക്കുക എന്നല്ലാണ്ട് എനിക്ക് എൻ്റെ വീഡിയോസ് കാണുമ്പോൾ എനിക്ക് തന്നെ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തോന്നാറുണ്ട്. ഭയങ്കര സംഭവമാണല്ലോ. അങ്ങനെയല്ല, എന്താ പറയുക, നമുക്ക് ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പം ഇങ്ങനത്തെ വീഡിയോ അല്ല കേട്ടോ പറഞ്ഞേ, വ്ളോഗുകളൊക്കെ ചില സീനുകളൊക്കെ ഭംഗിയാക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് നമ്മൾ വീട്ടിൽ സാധാരണ ഫുഡ് ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ ഒരു ചോറും കറിയും ബ്രേക്ക്ഫാസ്റ്റും എല്ലാം കൂടി ഒരു 1-1.5 മണിക്കൂർ കൊണ്ട് നമ്മുടെ പണി തീരും. പക്ഷേ വീഡിയോ എടുക്കുകയാണെന്ന് വെച്ചാൽ ഇപ്പോൾ 3-4 മണിക്കൂർ വേണം. കാരണം ഈ ക്യാമറ അങ്ങോട്ട് വെച്ച് ഓരോരോ കുഞ്ഞ് സെക്കൻഡ്സ് നമ്മൾ മാറ്റി ക്യാമറ വെച്ചിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പം അത്രയും നേരം നമ്മളതിന് മുമ്പിൽ ബുദ്ധിമുട്ടുണ്ട്. യൂട്യൂബ് എന്ന് പറയുന്നത് വെറുതെ ഇരുന്നിട്ട് കാശുണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല, നമുക്ക് ഒത്തിരി പണിയുണ്ട്. അതിന് നമ്മൾ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ക്യാമറ അവിടെ വെക്കണം, ഇവിടെ വെക്കണം, ഇതൊക്കെ നമ്മൾ ആദ്യം തന്നെ മുൻകൂട്ടിയിട്ട് നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം, എന്നാലേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് മുന്നേ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിന് മുന്നേ അതിന് നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ട് വേണം വീഡിയോ എടുക്കാനായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. അതിനൊത്തിരി ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പം ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ എനിക്ക് കണ്ണടച്ച ആൾക്കാരെ പറ്റിക്കേണ്ട അവസ്ഥയിൽ വന്നിട്ടില്ല. കാരണം എൻ്റെ വ്യൂവേഴ്സൊക്കെ നല്ല മെച്യൂർഡ് ആയിട്ടുള്ള ആൾക്കാരാണ്.
ബുദ്ധി വളർച്ചയുള്ള ആൾക്കാരാണ്, കുട്ടികളില്ല. ബുദ്ധി വളർച്ച എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞു പിള്ളേരെൻ്റെ വ്യൂവേഴ്സ് അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും അത്യാവശ്യം ബുദ്ധി വളർച്ചയുള്ള ആളുകളാണ്. അങ്ങനെ എളുപ്പം ആൾക്കാരെ നമുക്ക് പറ്റിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വ്യൂവേഴ്സ് അല്ല ഉണ്ട്. ഒക്കെ നല്ല എന്താ പറയുക എന്നെ പോലെ എൻ്റെ പ്രായമുള്ള ഒരു ആൾക്കാരൊക്കെയാണ്. അപ്പം അതുകൊണ്ട് എനിക്കതും ഭയങ്കര ഹാപ്പിയാണ്, സന്തോഷമാണ്. അപ്പം അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു. നന്നായിരിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് കമൻറ്റ് ചെയ്യാൻ കാണാം. ചേട്ടാ.